ഇത് ഞങ്ങളുടെ ഫാമിലി മെമ്പറാണ്. പേര് കർണൻ. 7 വർഷമായി ഞങ്ങളുടെ കൂടെ. പപ്പിയായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നതാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഭാഗമായിട്ട് അവൻ മാറി. അവനില്ലാതെ ഇനി ഞങ്ങൾക്ക് തോന്നല്ല ഒരു ദിവസം ഞങ്ങൾക്ക് കഴിയാൻ പറ്റുമെന്ന്. ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ അവൻ്റെ സ്നേഹം, അവൻ്റെ കാത്തിരിപ്പ്, ഞങ്ങളോടുള്ളൊരു കെയറിങ് ഒക്കെ ശരിക്കും മനുഷ്യരെക്കാളും സ്നേഹമാണ് അവന്. നമ്മൾ കുഞ്ഞുമക്കളെയൊക്കെ വിളിക്കുകയാണെങ്കിൽ 1 മിനിറ്റ് എന്ന് പറയാറില്ലേ, ഇവൻ പക്ഷേ നമ്മൾ വിളിക്കുന്നതിന് മുൻപേ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. ഞങ്ങൾക്ക് തനിച്ചൊക്കെ ഇരിക്കുമ്പം വർത്തമാനം പറയാനും ഒന്ന് വഴക്ക് പറയാനും ഒക്കെയുള്ള ഞങ്ങളുടെ ഒരു മോനാണിത്, ഞങ്ങളുടെ കർണൻകുട്ടൻ. അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേ ആണ് ഈ മാസം. 7 വയസ്സ് തികയാണ്. അപ്പോൾ ഞങ്ങൾ ഇവന് ഒരു ടോയ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ടോയ് ഒക്കെ വെച്ചിട്ടുള്ള ഫോട്ടോ വരാം കേട്ടോ. കണ്ണാ സ്റ്റേ ഡൗൺ. ഗുഡ് ബോയ്. Amash boy is a very good boy. This is birthday special for you. Stay. Can I stay? Yes. Wow. Birthday special toy for Karnan. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവരെ നമുക്ക് സ്നേഹിക്കണ്ട അല്ലേ? സംസാരിക്കാൻ സാധിക്കാതെ എല്ലാ കാര്യങ്ങളും പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മണവും നമ്മുടെ സ്നേഹവും എല്ലാവർക്കും അറിയാം. ശരിക്കും ഈ ഇങ്ങനത്തെ പെറ്റുകളെ വളർത്തുന്നവർക്ക് മനസ്സിലാവും ഇവരോടുള്ള സ്നേഹവും ഇവർക്ക് നമ്മളോടുള്ള സ്നേഹവും. അവനിഷ്ടായി. വെരി ഗുഡ്. Happy birthday to you. Good boy. ഞങ്ങളുടെ കർണനെയും കൊണ്ട് നടക്കാൻ വന്നിരിക്കുവാണ്. മിക്ക ദിവസങ്ങളിലും അവനെയും കൊണ്ട് നടക്കാൻ വരും. അവന് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നടന്ന് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നതാണ് അവന് ഏറ്റവും ഇഷ്ടം. അതുപോലെ തന്നെ അവൻ്റെ കൂട്ടുകാരെയും പിന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് പുല്ല് തിന്നും. അവനതൊക്കെയാണ് അവൻ്റെ സ്വർഗം എന്ന് പറയുന്നത്. ഇത് ഒരു ചെറിയൊരു പൊട്ടക്കുളമായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആരും ഇവിടെ ഒന്നും വരാറുണ്ടായിരുന്നില്ല. ഇപ്പം അത് ഇവിടുത്തെ കൗൺസിലുകാർ എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് പോലെ കൗൺസിലുകാരെ ഏറ്റെടുത്ത് ഇവിടെ നല്ല ഭംഗിയാക്കി. ഇതുപോലെ നല്ല വഴിയൊക്കെ ആക്കി, ബെഞ്ചൊക്കെ ഉണ്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ അതിനവരൊരു പേരും കൊടുത്തു. ഇതെന്താ, കട്ട്ബുഷ് ഹിഡൻ പോണ്ട്. ഇതിനകത്ത് ഈ പക്ഷികളൊക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. കാണുമായിരിക്കും. അങ്ങനെ ഇപ്പം ആൾക്കാർക്കൊക്കെ വന്ന് വിശ്രമിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാക്കി ഇതിനെ മാറ്റി. ഇവരിങ്ങനെയാണ്, ഓൾഡ് ഈസ് ഗോൾഡാണ്. ഇവർ ഇങ്ങനത്തെയുള്ള ഈ പഴയ കാര്യങ്ങളൊക്കെ അവർ തേച്ച് മിനുക്കി നല്ല ഭംഗിയായിട്ട് വെക്കും. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞങ്ങളുടെ കർണന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നടക്കാൻ വരാം. അവന് സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ എന്തൊരു സ്നേഹമെന്നറിയാമോ ഇവൻ നമ്മളെ അങ്ങ് സ്നേഹിച്ച് കൊല്ലുവൻ. ഓരോ ദിവസം ചെല്ലുന്തോറും ഇവനോടുള്ള സ്നേഹവും ഇവന് ഞങ്ങളോടുള്ള സ്നേഹവും കൂടി വരുവാണ് അല്ലേ? അപ്പോൾ അവനെ നടക്കാൻ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. കുറച്ചൊക്കെ നടന്നു കഴിയുമ്പോൾ അവൻ സെറ്റിലാവും. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ഭയങ്കര മനോഹരമായൊരു ചെറിയൊരു കുളമാണോ ഒരു ചെറിയൊരു അരുവി പോലത്തെ. അതിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് മണ്ണാത്തിപ്പുഴ എന്നാണ്. അതിനകത്ത് ഇല്ലാത്ത സാധനമില്ല. നമുക്കിവിടെ വന്നു കഴിയുമ്പം ഒരുപാട് ഓൾഡ് ഓർമ്മകൾ വരുന്നൊരു സ്ഥലമാണ്. അപ്പം ഇവന് ഭയങ്കര ഇഷ്ടം ഇവിടെ വരാനായിട്ട്. ഇവിടെ വരുമ്പം ഇവിടെ സ്വാനുണ്ട്. അതും എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് സ്വാനിനെ. അത് എപ്പോഴും 2 എണ്ണം കൂടിയാണ് നടക്കുന്നത്. അതിങ്ങനെ കുണുങ്ങി നടക്കണ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇവിടെ വന്നിങ്ങനെ അപ്പൂപ്പന്മാരും അമ്മമാരും ഒക്കെ ഇങ്ങനെ വന്നിരിക്കാറുണ്ട്. ഇവരെയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച്. ഇതിനകത്ത് മീനും ഉണ്ട്. അപ്പോൾ അവരങ്ങനെ മുങ്ങി മീൻ പിടിക്കുന്ന ഒരു സീനും നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ അവർക്ക് കൂട്ടായിട്ട് നല്ല താറാവ് കുട്ടികൾ, അത് പൂവൻ താറാവാന്ന് തോന്നുന്നു, ഒരുപാടുണ്ട്. കുഞ്ഞുമക്കളും അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് ഒരു കല്യാണത്തിന് പോകാനുള്ള താറാവുകളും സ്വാനും ഒക്കെ ഈ അരുവിയിലുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളുടെ കർണൻകുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ.